അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന ഇടക്കാല സമാധാന കരാറുകളെ തുടർന്ന് ഇസ്രയേലിൽ കടുത്ത ആശങ്ക. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇസ്രയേലിന് നിലവിൽ പരിമിതമായ അവസരമേയുള്ളൂ എന്നതാണ് നെതന്യാഹുവിനെ പ്രതിരോധത്തിലാക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുന്ന ഇടക്കാല സമാധാന കരാറുകളെ തുടർന്ന് ഇസ്രയേലിൽ കടുത്ത ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഇസ്രയേലിന് നിലവിൽ പരിമിതമായ അവസരം മാത്രമാണുള്ളത്. അതുതന്നെയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്വകാര്യ ചർച്ചകളിൽ സമ്മതിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നത്. ഇറാനിലെ ആണവ ഭീഷണികൾ പൂർണ്ണമായി ഒഴിവാക്കാത്ത കരാറാണ് ഉരുത്തിരിയുന്നതെന്ന ആശങ്കയാണ് ഇസ്രയേലിനുള്ളത്. വെടിനിർത്തലും ഹോർമോസ് കടലിടുക്ക് തുറന്നു നൽകലും ഉൾപ്പെടുന്ന കരാർ വ്യവസ്ഥകൾ ഇസ്രയേലിന്റെ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ലെന്നാണ് ഇസ്രയേലി വൃത്തങ്ങൾ ഭയപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ നെതന്യാഹു സുരക്ഷാ ക്യാബിനറ്റ് യോഗവും വിളിച്ചു ചേർത്തിരുന്നു. അതേസമയം ലെബനനിൽ ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം ശക്തമായി തന്നെ തുടരുകയാണ് ഇസ്രയേൽ. അമേരിക്കൻ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴും അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് നെതന്യാഹുവും പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരിച്ചടികളുടെ തീവ്രത വർദ്ധിപ്പിക്കണം, അവരെ നമ്മൾ നിർണായകമായി തന്നെ തകർക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. ഫെബ്രുവരി അവസാനത്തോടെ തന്നെ അമേരിക്കയുമായുള്ള സംയുക്ത സൈനിക നീക്കങ്ങളിലൂടെ ആരംഭിച്ച യുദ്ധം ഇപ്പോൾ സമാധാന ചർച്ചകളുടെ ഘട്ടത്തിലെത്തുമ്പോൾ ഇസ്രയേൽ പുറന്തള്ളപ്പെടുന്നു എന്ന വിമർശനമാണ് ഇസ്രയേലിലെ പ്രതിപക്ഷത്തു നിന്നും സൈനിക വിശകലന വിദഗ്ധരിൽ നിന്നുമൊക്കെ ഉയരുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് നെതന്യാഹു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.